കഥകൾ പറയാണ്ട് ഒക്കെ പറഞ്ഞുണ്ട്. പിന്നെ മഴ പഠിച്ചോട്ടെ. ഇതാണ് മൗലിന എന്ന് പറഞ്ഞ വില്ലേജ്. ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അരയിലൊക്കെ ഷർട്ടൊക്കെ അഴിച്ച് കെട്ടിയിട്ട് നടന്നേ. ഇവിടെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് എന്നറിയപ്പെടാൻ കാരണം ഇവിടെ എല്ലാ മുക്കിലും മൂലയിലും ഇവർ മുള കൊണ്ടുള്ള ഡസ്റ്റ്ബിൻസ്, അതുപോലെ പിന്നെ ചെറിയ കുട്ടികൾ, അതുപോലെ പ്രായവ്യത്യാസമന്യേ എല്ലാവരും അവനവൻ്റെ കർത്തവ്യം ചെയ്യുന്നവരാണ്. ഇവർ പ്രകൃതിയുമായിട്ട് ഭയങ്കര ഇണങ്ങിച്ചേർന്നവരാണ്. ഒരു കാലത്തൊക്കെ ഇവർക്ക് പ്രകൃതി എന്ന് പറഞ്ഞ ദൈവത്തെ പോലെയായിരുന്നു. പ്രകൃതിയോടായിരുന്നു ഇവർ പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വില്ലേജുകളിൽ ഇവർ ഭയങ്കരമായിട്ടുള്ള ശിക്ഷണത്തോടു കൂടി, അഥവാ ചെറുപ്പം തൊട്ടേ കുട്ടികളെ പഠിപ്പിക്കും. സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ മുറ്റൊക്കെ അടിച്ചു വാരി നമ്മളെ പരിസരങ്ങളും വീടും ഒക്കെ വൃത്തിയാക്കാൻ പ്രായഭേദമന്യേ എല്ലാവരും അത് അനുഷ്ഠിക്കുന്നവരാട്ടോ. ഇവിടെ ടൂറിസം മേഖലയായതുകൊണ്ട് തന്നെ വരുന്നവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവർ മുള കൊണ്ട് ഒരുപാട് ഹൗസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ട്രീ ഹൗസുകൾ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവരുടെ ഒരു ആൻസെസ്ട്രൽ ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കിയിട്ടാണ്. അത് കയറുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ പണ്ട് കാലത്തുണ്ടായിരുന്ന റാന്തൽസ്, ഇതുപോലെ ബാംബു ഷൂട്ട് ഉണ്ടാക്കുന്നത്, മുറം കൊണ്ടുള്ള ഓരോ സാധനങ്ങൾ, വ്യത്യസ്ത തരം വീട്ടുപകരണങ്ങൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി രസമായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തപ്പോൾ. എന്തായാലും മൗലിനോങ് മറ്റെല്ലാ സ്ഥലങ്ങളെ പോലെ തന്നെ എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചൊരു സ്ഥലമാട്ടോ. ലിവിങ് ബ്രൂട്ട് ബ്രിഡ്ജ്, അതുപോലെ എക്കോ പോയിൻ്റ്, സ്ട്രീംസ്, വില്ലേജ്, ഇതുപോലെ ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാട്ടത്. ഭയങ്കര ഭംഗിയാണ്. ഇവിടുന്ന് നമുക്ക് ബംഗ്ലാദേശിൻ്റെ ബോർഡറൊക്കെ കാണാനും പറ്റും.